എൻട്രൻസ് പരീക്ഷകൾക്ക് ശേഷം പലപ്പോഴും ബാക്കിയാവുന്നത് റാങ്കുകൾ മാത്രമാണ്. ആ റാങ്കുകൾക്ക് പിന്നിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. 22 ലക്ഷം ആൾക്കാർ എഴുതുന്ന നീറ്റ് പോലത്തെ ഒരു പരീക്ഷയിൽ അതിന്റെ 75% ആളുകളും മിഡിൽ ക്ലാസ്സോ അതുപോലെ തന്നെ ഫൈനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നുള്ള കുട്ടികളായിരിക്കും എഴുതുന്നുണ്ടാവുക. അവരുടെ പാരന്റ്സ് ഗോൾഡ് പണയം വെച്ചും ബാങ്കുകളിൽ നിന്ന് എഡ്യൂക്കേഷൻ ലോൺ എടുത്തുമൊക്കെ കേരളത്തിലെ കോച്ചിങ് സ്ഥാപനങ്ങളിൽ ഫീസ് അടക്കുന്നുണ്ട്. അത്രയും സപ്പോർട്ടിലും സാമ്പത്തികമായ സഹായത്തിലും ഒക്കെ പഠിച്ച ഒരുപാട് കുട്ടികൾക്ക് റാങ്ക് കിട്ടി. ചില കുട്ടികൾക്ക് റാങ്ക് കിട്ടിയിട്ടുമില്ല. യഥാർത്ഥത്തിൽ റാങ്ക് കിട്ടിയ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ മാത്രം റാങ്ക് അല്ല അത്, അവരുടെ പാരന്റ്സിനും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിന്റെ ഈ ഒരു ഘട്ടത്തിൽ എഫേർട്ട് ഇടാൻ അവരെ സഹായിച്ച മുഴുവൻ ആളുകൾക്കും അവകാശപ്പെട്ട റാങ്ക് ആണെന്നുള്ളതാണ്. കിട്ടാത്ത കുട്ടികളെ സംബന്ധിച്ച് ഈ ഒരു കൊല്ലമേ വേസ്റ്റ് ആയിപ്പോയി, ഞാൻ ഈ ഒരു പരിപാടി തിരഞ്ഞെടുത്തതേ അബദ്ധമായിപ്പോയി എന്ന ചിന്തയും അവർ മനസ്സിൽ നിന്ന് ഒഴിവാക്കണം. കാരണം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബം എടുത്ത സാക്രിഫൈസ്, അതിലൂടെ ഉണ്ടായ മൂല്യങ്ങള്, അത് നിങ്ങളുടെ വർക്കിനെ ഒരിക്കലും ഡിനൈ ചെയ്യുന്നില്ല. ജീവിതത്തിന്റെ ഏത് മേഖലകളിലും ഇതുപോലത്തെ പ്രതിസന്ധികൾ വരും, പ്രയാസങ്ങൾ വരും. അതിനെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജമായിരിക്കണം ചിലപ്പം ഈ നീറ്റ് എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് കിട്ടേണ്ടത്. ചില ആളുകളുടെ മനസ്സിലെങ്കിലും സാറിന് ഇത് വന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ്, ഇത് ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് തുടങ്ങിയ ചർച്ചകൾ പല ആൾക്കാരുടെയും മനസ്സിൽ കിടന്ന് കറങ്ങുന്നുണ്ടാവും. പക്ഷെ അവർ മനസ്സിലാക്കേണ്ടത് റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നീട് എൻട്രൻസ് കോച്ചിങ്ങുകളൊക്കെ എടുത്ത് ഈ കോച്ചിങ് സംവിധാനത്തിലൂടെ മുന്നോട്ട് പോയി റാങ്ക് കിട്ടാത്ത പല കുട്ടികളും ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും ഉയർന്ന സ്ഥാപനങ്ങളിൽ ഉയർന്ന ജോലികളിലേക്ക് എത്തിയ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എൻട്രൻസ് കിട്ടാനാവാതെ പോയ കുട്ടികളുടെ പാരന്റ്സിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് അതുപോലെ തന്നെ നമ്മുടെ ടൈം ഇതൊക്കെ വർത്താവാതെ പോയല്ലോ എന്ന് നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത്. കാരണം ലൈഫിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ ആർജിച്ചെടുത്ത ഈ കഴിവുകള്, പ്രോബ്ലം സോൾവിങ് സ്കില്ലുകള് ഒക്കെ അവർക്ക് ഉപകാരപ്പെടുന്നുണ്ടാവും. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് റാങ്ക് കിട്ടിയ കുട്ടികളും റാങ്കിലേക്ക് എത്താൻ സാധ്യതയില്ല എന്ന് വിചാരിക്കുന്ന കുട്ടികളും പരീക്ഷകൾക്ക് ശേഷമുള്ള വിലയിരുത്തലുകൾ നടത്തേണ്ടത്.